പൂജിക്കാനുള്ളത് ഈ പടിയിലോട്ട് വെക്കാം. വരട്ടെ തിരുമേനി. ഇതാ ആദ്യം ഇതൊന്ന് പൂജിച്ചു തരണം. ഒരു ടെൻഡറാ, ഇന്ന് 10 മണിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഇവരൊക്കെ നേരത്തെ വന്നവരാ, ഇതൊന്ന് പൂജിച്ചു കൊടുക്കട്ടെ. ഓ, അതത്ര പ്രധാനപ്പെട്ടൊന്നും അല്ലെന്നേ. ഇതൊരു ടെൻഡറാ, 148 കോടിയുടെ. അപ്പൊ ഇതല്ലേ പ്രധാനം? ഏതാ പ്രധാനം ഏതാ അപ്രധാനം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ, അകത്തിരിക്കുന്ന ദേവിയല്ലേ. ഇതാ ഇത് അകത്തിരിക്കുന്നവർക്കും തിരുമേനിക്കും. പക്ഷേ എന്താ പിന്നെ ഒരു പക്ഷേ? ആദ്യം രാജപ്രതാപൻ സാറിന്റെ ടെൻഡർ പൂജിക്കട്ടെ. അത് 10 മണിക്ക് കൊടുക്കാനുള്ളതല്ലേ. ഇത് 10 മിനിറ്റ് വൈകിയാല് സാരമില്ല. അതെങ്ങനെ ശരിയാവുന്നേ? ഞങ്ങളല്ലേ ആദ്യം വന്നേ. ഇവൻ അങ്ങനെ പലതും പറയും. അതൊന്നും സാരമാക്കണ്ട. തിരുമേനി ആദ്യം ഇത് പൂജിച്ചോണ്ടോ. ശിവദാസ, ഒരു 5 മിനിറ്റ് കാത്തു. നടക്കില്ല തിരുമേനി. ഞങ്ങൾ ഇവിടെ വന്നപ്പോ നിവേദ്യത്തിന് നടയടയ്ക്കാൻ പോവാണെന്നും കാത്തിരിക്കണമെന്നും പറഞ്ഞത് തിരുമേനിയാ. ഇപ്പൊ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നപ്പോ ആദ്യം ഇവിടെ വന്നത് ഞങ്ങളാ. അതിനിടയ്ക്ക് ഒരാൾ ഇവിടെ താലത്തില് നോട്ട് വിതറിയപ്പോ തിരുമേനിയുടെ മനസ്സ് മാറിയത് ഒട്ടും ശരിയായി. ഓ, എന്റെ ഡാഡി താലത്തില് ദക്ഷിണ വെച്ചേനാണോ നോട്ട് വിതറി എന്നൊക്കെ ഇയാള് പറയുന്നേ? നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളും വെക്ക്. എന്താ വച്ചൂടെ? വെക്കും. 1 2 ഒറ്റ രൂപ നാണയങ്ങൾ വെക്കും. മോളെ, മഹാദേവിയുടെ ശ്രീകോവിലിന് മുന്നിലാ നീ നിൽക്കുന്നേ. അതെങ്കിലും ഒന്ന് ഓർക്ക്. ഇല്ലെങ്കിൽ നിന്റെ ഗതി അതോ ഗതിയാകും. ഒന്നും മിണ്ടാതിരുന്നേ അവിടെ. ആരുടെ ഗതിയെ അതോ ഗതിയാവുന്നെന്ന് നമുക്ക് കണ്ടറിയാം. തിരുമേനി, ഇവരങ്ങനെ പലതും പറയും. അതൊന്നും കാര്യാക്കണ്ട. ഈ ടെൻഡറിങ് പൂജിച്ച. എന്തിനാ രാജേട്ടാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇത്രയും നേരം കാത്തു നിന്ന ഇവരുടെ പൂജ ആകെ 5 മിനിറ്റേ എടുക്കൂ. അത് കഴിഞ്ഞിട്ട് ടെൻഡർ പൂജിച്ച അത്രയും വലിയ പ്രശ്നമൊന്നും ആവില്ലല്ലോ. ആരാ ഇപ്പോ ഇവിടെ നിന്ന് വലിയൊരു വിളംബരം നടത്തിയത്? ഓ, അത് ശരി. ഈ ഹരികൃഷ്ണന്റെ അമ്മയുടെ അനിയത്തിയാണല്ലേ? പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അതെ മോളെ, ഞാനീ ഹരികൃഷ്ണന്റെ അമ്മയുടെ അനുജത്തി തന്നെയാ. അത് മാത്രമല്ല, നിന്റെ പെറ്റമ്മ കൂടിയാ. അത് നിനക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലായിന്ന് വരില്ല. വെറുതെ അതും ഇതും പറഞ്ഞ സമയങ്ങളല്ലേ തിരുമേനി. എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഇതൊന്ന് പൂജിച്ചു തരണേ. ഞങ്ങളുടെ താലം ആദ്യം പൂജിച്ചു തരണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റെന്തും. മിണ്ടാതിക്കട ചക്ക. അതൊക്കെ പൂജാരി തീരുമാനിക്കും. രാജേട്ടാ, ഭഗവതിയുടെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഇങ്ങനെ ഒച്ച എടുക്കരുത്. ദേവീ കോപം കൂടി വാങ്ങരുത്. ഓ മതി, നിർത്തും നിന്റെ ഉപദേശം. ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കേണ്ടത് അമ്മ. അത് ചെയ്യാതെ ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ നിന്ന് ഡാഡിയെ ഗുണദോഷിക്കുന്നോ? ഡാഡിക്ക് ടെൻഡർ കിട്ടുന്നതിനേക്കാളും അമ്മയ്ക്ക് പ്രധാനം ഈ നാശങ്ങളുടെ കല്യാണമാണോ? എന്താ നീ പറഞ്ഞത്? നാശങ്ങളുടെ കല്യാണമെന്നോ? അതെ, അത് തന്നെയാ പറഞ്ഞത്. ഇതുവരെ കിട്ടിയതൊന്നും പോരെ നിനക്ക്, അല്ലേ? വേണ്ട മോളെ, വിട്ടേക്ക്. അങ്ങനെയാച്ചാ ഞാനും ആദ്യം കരുതിയത്. പക്ഷെ ഇവളെ ആതിര വിടുന്നു. ആതിര പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു കല്യാണം മുടക്കം വ്രതം എടുത്ത് നടക്കുന്നവരല്ലേ ഇവര്. നിശ്ചയ സമയത്ത് നമ്മൾ അതൊക്കെ കണ്ടതല്ലേ. അതാ ഞാൻ പറയുന്നത്, ഈ ബന്ധം നമുക്ക് വേണ്ട. ശിവേട്ടാ, ഒക്കെ ഇട്ടറിഞ്ഞ് ഇപ്പൊ അങ്ങ് പോവാ വേണ്ടത്. നീ ദേവിയൊന്നും മിണ്ടാതിരിക്കും പത്മിനി. അവര് കൊളുത്തിയ തീ തന്നെ ധാരാളം. അതിന്റെ കൂടെ നിന്റെ വക എണ്ണയും കൂടെ വേണ്ട. ഇവര് പറയുന്ന ധിക്കാരമൊക്കെ കേട്ട് എന്റെ മോൾ അങ്ങനെ മിണ്ടാതിരിക്കണോന്നാണോ ശിവേട്ടൻ പറയുന്നത്? അതിനൊന്നും അല്ലല്ലോ പത്മിനി നമ്മൾ വന്നത്. അതെ, ഞങ്ങൾ കുറെ നേരമായിട്ട് കാത്തു നിൽക്കുക. ഈ കത്തൊന്ന് പൂജിച്ചിട്ട് വേഗം പൊയ്ക്കുള്ള രാജപ്രതാപ. രാജപ്രതാപനല്ല, രാജപ്രതാപൻ സാർ. എന്റെ ചേട്ടന്റെ ബന്ധുവാൻ പോകുന്നെന്ന് വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് തുല്യരായെന്ന് കരുതിയോ? തിരുമേനി, ഈ ടെൻഡർ ഒന്ന് പൂജിച്ചെന്നേ. അത് പറ്റില്ല. ഞങ്ങളുടെ താലം ആദ്യം പൂജിക്കണം. ഒരു 5 മിനിറ്റ് ക്ഷമിക്കൂ കുഞ്ഞെ. ഇവരത് കഴിഞ്ഞിട്ട് പൂജിച്ചു തരാം. തിരുമേനി, ഇവര് ടെൻഡർ പൂജിക്കാൻ വന്നൊന്നുമല്ല, ഞങ്ങളുടെ ക്ഷണക്കത്ത് പൂജിക്കുന്നത് തടയാനാ. ഇതിനകത്ത് ടെൻഡറില്ല, ഒരു കുന്തവും ഇല്ല. അത് തീരുമാനിക്കാൻ നീ ആരാടാ? ഇതെങ്ങാനും തൊട്ടാലുണ്ടല്ലോ, നീ 2 കാലം നടന്നു പോകില്ല. രാജാ, നീ വല്ലാതെ പരിധി വിടുന്നു. നിന്റെ ദേഷ്യം എന്നോട് കാണിച്ചോ? നിന്റെ ഏട്ടനായതുകൊണ്ട്. അല്ലാതെ എന്റെ മകനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. അതെ, പ്രശ്നം ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ആദ്യം വന്നവർക്ക് പൂജ നടത്തി കൊടുക്കാം. ഭഗവതിയുടെ നിശ്ചയവും അത് തന്നെയാവും തിരുമേനി. അവന്റെ ഒരു പൂജ. ദേവി, കണ്ടില്ലേ മനീഷേ, ഞങ്ങളുടെ കല്യാണ ക്ഷണക്കത്ത് നീ തന്നെ ആ പാദങ്ങളിൽ സമർപ്പിക്കട്ടെ എന്ന് മഹാദേവി നിശ്ചയിച്ചു.
ഇതിനപ്പുറം ഇനി എന്ത് പറയാനാ? രാജപ്രതാപന്റെ പ്രതാപം ഇവിടെ അസ്തമിച്ചല്ലോ. ഇനിയെങ്കിലും ദേവിയുടെ മുന്നിൽ നിന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കും. ഡാഡി ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവരുടെ ഇൻവിറ്റേഷൻ പൂജിക്കുന്ന കാണാനോ? വാ നമുക്ക് പോവാം. മോളെ എന്താ ഇത്? നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഒന്ന് ക്ഷമിക്കേ. ക്ഷമിക്കാനോ? നാണമില്ലല്ലോ ഡാഡിക്ക് ഇത് പറയാൻ. ആരോട് ക്ഷമിക്കാൻ? ഈ നാട്ടിലുള്ള സർവരും ഡാഡിയെ കണ്ട എഴുന്നേറ്റ് ബഹുമാനിച്ച് ഓച്ചാനിച്ചാ നിൽക്കുന്നേ. അങ്ങനെയുള്ള ഡാഡിയെ എന്നെ അമ്പലത്തിൽ വെച്ച് അപമാനിച്ചത് ഇത്ര വേഗം മറന്നോ? ഈ കാണുന്നതൊക്കെ തകർന്ന് തരിപ്പണമായതുപോലെ ആ ആതിരയുടെ ജീവിതം തരിപ്പണമാവണം. അതെനിക്ക് കണ്ണിറയെ കാണണം. അതുവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഡാഡി ആ ചന്ദ്രനെ വിളിച്ചു വരുത്ത്. അമ്പലത്തിൽ വെച്ച് നമ്മൾ അപമാനിച്ചവരെ തല്ലി ചതയ്ക്കാൻ പറ. ചെയ്യാം മോളെ, ചെയ്യാം. ആദ്യം നീ ഒന്ന് ബാലൻസിലെത്ത്. എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് കാണാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. തോറ്റുപോയില്ലേ നമ്മള്? ഇതുപോലൊരു പരാജയം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പറയ് ഡാഡി. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും മോളെ. നിന്റെ ഡാഡി എല്ലാത്തിനും പരിഹാരം കണ്ടെത്തും. അത് തന്നെ മോളെ. മിണ്ടി പോകരുത്. അത് തന്നെയെന്നോ? ഏത് തന്നെയെന്നോ അപ്പച്ചി പറയുന്നേ? ആ അമ്പലത്തിൽ നിന്ന് തലയും കുമ്പിട്ട് പോകുന്നതോ? നിങ്ങൾക്ക് ചിലപ്പോ അതൊക്കെ ശീലമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല.